ദൈവമേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. മൊബൈൽ നോക്കി ഇരിക്കായിരിക്കും. അങ്ങനെ വിട്ടാ പറ്റില്ല. മോളെ അനു, മോളെന്നോ? എന്തൊരു സ്നേഹം. എന്തോ പണി വരുന്നുണ്ട്. അമ്മേതാ വരുന്നു. എന്താ അമ്മേ? ഇന്നെന്താ മോളെ ബ്രേക്ക്ഫാസ്റ്റ്? ഇഡലി. നിന്റെ ഇഡ്ഡലി ഇവിടുത്തെ പട്ടി പോലും കഴിക്കില്ല. ആ പട്ടി ഒരു ദിവസം എല്ലാം കഴിക്കും. നീ ഇതുവരെയ്ക്ക് അരി ഇട്ടില്ലേ? ഇവിടെ 6 മണിക്ക് അരി ഇടും, 9 മണിക്ക് അരി വാർക്കും. ഇതാണ് ഇവിടുത്തെ ശീലം. എന്നിട്ട് 1 മണിക്ക് തണുത്ത ചോറുണ്ടോ അല്ലേ? അനു, ഈ ഫാൻ ഒന്നിട്ടെ. അനു, ആ റിമോട്ട് ഒന്നും എടുത്തേ. അനു, ആ കുഷനൊക്കെ ഒന്ന് നേരാക്ക്. മോളെ 1 ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. അമ്മക്ക് എന്തിന്റെ സുഖടാ, തന്നെ അങ്ങ് ചെയ്തുകൂടായോ? മോളെ, രാത്രി എന്താ കഴിക്കാൻ? ചപ്പാത്തിയാ പോരെ? മാവേ നല്ലോണം ഇടിച്ചു കുഴക്കണം, എന്നാലേ ചപ്പാത്തിക്ക് രുചി ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നവനെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ അമ്മയെ ഓർത്തോണ്ട് തന്നെയാ കുഴക്കുന്നത്. അനു, ഇന്ന് നീ നിലം തുടച്ചില്ലേ? ഞാനൊക്കെ തുടയ്ക്കുമ്പളേ നിലം നല്ല പളപളാന്ന് തളങ്ങും. ശരി, ഞാൻ ഒന്നോടെ തുടയ്ക്കാം. അനു, ചപ്പാത്തി അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. നീ ഉണ്ടാക്കുന്ന ചപ്പാത്തിയെ ഈ ശ്രീലങ്കയും ആഫ്രിക്കൻ ഷേപ്പിലൊന്നും അവന് ഇഷ്ടപ്പെടില്ല. അമ്മ, അയ്യോ, ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? അമ്മേ, എന്തുപറ്റിയമ്മേ? മോനെ, ഞാൻ അവള് നിലം തുടയ്ക്കുമ്പോ നിലം തളങ്ങണെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ബോധം വന്നപ്പോ ഞാൻ ആകായത്തിലാണോ ഭൂമിയിലാണോ എടീ, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അനു, ഇന്ന് നീ നിലം തുടച്ചില്ലേ? ഞാനൊക്കെ തുടയ്ക്കുമ്പളേ നിലം നല്ല പളപളാന്ന് തളങ്ങും. നിലം തിളങ്ങാനല്ലേ? വെളിച്ചെണ്ണ ആകുമ്പോ നന്നായിട്ട് തിളങ്ങും. ഇപ്പൊ കാണിച്ചു തരാം.